ആധുനിക തൊഴിലവസരങ്ങൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന രീതിയിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴ്സുകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ പോളിടെക്നിക്കുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂവെന്നും മന്ത്രി പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യയിൽ ഓരോ സെക്കൻഡിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള മാറ്റം വിദ്യാഭ്യാസത്തിലും ഉണ്ടാകണം. വിദേശ സ്വദേശ തൊഴിലവസരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലുള്ള സാങ്കേതിക ജ്ഞാനം പല അവസരങ്ങളിലും കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിൽ സാങ്കേതിക ജ്ഞാനമുള്ളവരെ ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോളം അഭിമുഖീകരിക്കുന്ന വൈവിധ്യങ്ങളായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്ന സഹകരണ വകുപ്പിന് കീഴിൽ കേപ്പിൻ്റെ 5 പോളിടെക്നിക്കുകൾ, ഞങ്ങൾക്ക് 9 എഞ്ചിനീയറിംഗ് കോളേജും 5 പോളിടെക്നിക്കും. പോളിടെക്നിക്കിൽ സാമാന്യം ഇപ്പോൾ വിദ്യാർത്ഥികളെ ലഭിക്കുന്നു. പക്ഷേ ഈ കോഴ്സുകളിൽ അതിൻ്റെ വൈവിധ്യവൽക്കരണങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ പോളിടെക്നിക്കുകൾ മുന്നോട്ട് പോകൂ എന്ന പൊതു സാഹചര്യം വളർന്നു വരികയാണ്. ആ വിവരസാങ്കേതിക വിദ്യയുടെ രംഗത്ത് ആ അനന്ത സാധ്യതകളെ സംബന്ധിച്ചുള്ള പഠനവും ഗവേഷണവും പുതിയ രൂപത്തിലുള്ള സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളാണ് അനിവാര്യമായി വരേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ വിഴിഞ്ഞം ഷിപ്പ് തുറമുഖം ഇപ്പോൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. ട്രയൽ റൺ ആരംഭിച്ചപ്പോൾ തന്നെ 206ഓളം ഷിപ്പുകൾ വന്ന് 4 ലക്ഷത്തിൽ പരം കണ്ടെയ്നറുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അങ്ങോട്ട് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അവിടെ ആവശ്യമുള്ള തരത്തിലുള്ള നോളജ് ഉള്ളവരും സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്തവരും അല്ല നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അസാപ്പിന്റെ ഒരു സെന്റർ ആരംഭിച്ചു. അധമ സംസ്കാരത്തിന്റെ ആവിർഭാവമാകരുത് വിദ്യാഭ്യാസമെന്നും കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് പിടിച്ച സംഭവം ഓർമ്മപ്പെടുത്തി മന്ത്രി പറഞ്ഞു. കടുത്തുരുത്തിയിൽ നിന്ന് അങ്ങനെയൊരു വാർത്ത കേൾക്കില്ലെന്ന് വിദ്യാർത്ഥികൾ ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. പോളിടെക്നിക്കിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല നിർവഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ KN സീമ രജത ജൂബിലി സന്ദേശം നൽകി. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സന്ധ്യ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PV സുനിൽ, സെലീനാമ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നോബി മുണ്ടയ്ക്കൽ, സ്റ്റീഫൻ പാറാവേലി, കളമശ്ശേരി STTTR ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം, കോളേജ് പ്രിൻസിപ്പൽ CM ഗീത, PTA വൈസ് പ്രസിഡന്റ് ബിജു മുഴിയിൽ, സ്റ്റാഫ് സെക്രട്ടറി MR സ്മിത മോൾ, അലുമിനി സെക്രട്ടറി MS ശ്യാംരാജ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അഭിഷേക് മനോജ്, ജനറൽ സെക്രട്ടറി ഹർഷൻ S ഹരി, സംഘാടക സമിതി ജോയിന്റ് കൺവീനർ PM സുനിൽകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ജയകൃഷ്ണൻ, ജെയിംസ് പുല്ലപ്പള്ളി, PG ത്രിഗുണസൻ, ജെറി പനയ്ക്കൽ, ജോണി കണിവേലി, TC വിനോദ്, KR ഗിരീഷ് കുമാർ, അക്ബർ മുഡൂർ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ അധ്യാപകരെയും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. I4A ന്യൂസ്, ഏറ്റുമാനൂർ.